ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്തിലെ തിച്ചൂർ പൊൻകുന്ന് ജോർജേട്ടൻ്റെ പറമ്പിലാണ്. ഈ ജോർജേട്ടൻ്റെ പറമ്പിൽ നിന്ന് വലിയൊരു തേക്കുമരം കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് കൊടിമരത്തിന് ആവശ്യത്തിനായി ഇവിടെ നിന്ന് മുറിച്ചു കൊണ്ടുവന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടുന്ന് പൂജയൊക്കെ ചെയ്ത് 2 ക്രെയിനൊക്കെ ഉപയോഗിച്ച് ലോറി കയറ്റിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നമ്മുടെ ബാലേട്ടൻ ആശാരിയാണ് ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 1 മാസം മുന്നേ വന്നിട്ട് ഈ ഭൂമി പൂജയും ഈ തേക്കുമരത്തിൻ്റെ ചുവട്ടിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയതാണ് ഇവർ. അപ്പോൾ 21 ദിവസത്തെ ഇത് വേണത്ര, എന്നുവെച്ചാൽ മുന്നേ പൂജ കഴിക്കണത്ര. ഒരു പക്ഷി മുട്ടട്ട് വിരിഞ്ഞ് പോണ കാലയളവ് അങ്ങനെ ഒരു സമയം കൊടുക്കണത്ര. അങ്ങനെ പക്ഷി ജതാദികളൊക്കെ ഈ വൃക്ഷത്തിലുണ്ടെങ്കിൽ അവർക്ക് മുട്ടട്ട് വിരിഞ്ഞ് പോവുക എന്നുള്ളൊരു ഐതിഹ്യമാണ്. അപ്പോൾ ഇവർ ആദ്യം തന്നെ അതിൽ കൂടുണ്ടോ പക്ഷികളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പൂജയൊക്കെ ചെയ്യണത്. എന്നാൽ പോലും അങ്ങനെ ഒരു 21 ദിവസത്തിന് ശേഷമാണ് പൂജ ചെയ്ത് പോയതിന് ശേഷമാണ് വീണ്ടും തേക്ക് മുറിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ ശിവക്ഷേത്രത്തിലെ ഭാരവാഹികളാണ് ഈ തേക്ക് മുറിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ പൂജയും ചടങ്ങുകളൊക്കെ ചെയ്യാണ്. നമ്മുടെ ജോർജേട്ടൻ്റെ വളപ്പിലെ തേക്കാണ് ഈ മുറിക്കണത്. അങ്ങനെ ആശാരി പൂജയൊക്കെ ചെയ്ത് എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ച് അങ്ങനെ ഉളിയും ചുറ്റികയും മഴക്കോലൊക്കെ പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം തേക്കിന് പ്രദക്ഷിണം ചെയ്തതിന് ശേഷം തേക്ക് മുറി ആരംഭിക്കുക. 2027 ജനുവരി മാസത്തിലേക്കാണ് ഈ കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ ശിവക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിലാണ്, ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ ഈ തേക്ക് ഇവിടുന്ന് മുറിച്ച് കൊണ്ടുപോയി ഇതിന് ഒരുപാട് വർക്കുകളുണ്ട്. ഇതിൻ്റെ പച്ച തൊലി ആദ്യം ചെത്തി വെച്ചാലാണ് 2-3 മാസം കൊണ്ട് ഈ തേക്ക് ഉണങ്ങി കിട്ടുള്ളൂ. ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ ഇത് കൊടിമരത്തിൻ്റെ അതേ അളവിലുള്ള സൈസാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ബാലേട്ടനാശാരിയും ടീമാണ് അതിൻ്റെ വർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് 6 മാസം എണ്ണത്തോണിയിലിട്ട് വയ്ക്കും. എണ്ണത്തോണിയിലിട്ട് വെച്ചതിന് ശേഷം എടുത്തതിന് ശേഷം പിന്നെ ഇതിന് മെറ്റൽ കൊണ്ട് ചെമ്പോല അല്ലെങ്കിൽ പിച്ചള കൊണ്ടൊക്കെ ഇതിന് കവറിങ് ചെയ്യും. ആ കവറിങ് മരത്തുമ്പിൽ ടച്ച് ചെയ്യാണ്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇറക്കണ പോലെ ഇതിറക്കുക. അതിന് ശേഷം ഇതിൻ്റെ മരം ഈ തേക്കും തടിയായിട്ട് ഈ മെറ്റൽ ടച്ച് ചെയ്യാതിരിക്കുക എള്ളൊക്കെ നിറക്കും. എള്ളൊക്കെ നിറച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം അമ്പലത്തിലെ മെയിൻ തന്ത്രിയാണ് ഇതിൻ്റെ മുകളിലുള്ള ഈ കൊടിമരത്തിൻ്റെ മുകളിലുള്ള താഴികക്കുടങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ ഒരുപാട് സമയം വേണം. അതാണ് ഇത്ര 1 വർഷം മുന്നേ ഇത് ഈ മരം ഇവിടുന്ന് മുറിച്ച് കൊണ്ടുപോകണം. പൊൻകുന്ന് എസ്റ്റേറ്റിലെ ജോർജേട്ടൻ്റെ പറമ്പിലെ തേക്കാണ് ഈ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് വേണ്ടി മുറിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജോർജേട്ടനാണ്. ജോർജേട്ടൻ്റെ വൈഫും മോളൊക്കെ അല്ലേ ബാക്കിൽ നിൽക്കുന്നത്? ജോർജേട്ടൻ്റെ വൈഫും മോനാണ്. ആശാരിക്കും മരം മുറിക്കുന്ന ആൾക്കുള്ള ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. നമ്മുടെ ഈ തേക്കുമരം കൊടിമരത്തിനായി മുറിക്കാൻ വന്നിരിക്കുന്ന അനൂപേട്ടനാണ്. പിന്നെ നമ്മുടെ പേരെന്താ? ജിനീഷ്, ലോറി ഡ്രൈവർ. ബൈജു. പിന്നെ ഷിനോജ്. ഇവരൊക്കെയാണ് നമ്മുടെ തേക്ക് മുറിക്കുന്നത്. ഇത് നല്ല ഹൈറ്റുള്ള ഒരു തേക്കാണ്. സുധീഷ് ഏട്ടൻ. ഞങ്ങളൊരു 300ഓളം തേക്കുകൾ കണ്ടിട്ടാണ് മേലൂർ ശിവക്ഷേത്രത്തിൻ്റെ ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ഈ ലക്ഷണത്തെ തേക്ക് കണ്ടത്. തേക്ക് കണ്ടു. തേക്കിൻ്റെ എന്താ പറയുക, സമ്മതം വാങ്ങി, മരത്തിൻ്റെ സമ്മതം വാങ്ങി, ഭൂതഗണങ്ങളുടെ സമ്മതം വാങ്ങി ഇന്ന് തേക്ക് മുറിക്കുകയാണ്. ഒരു 300-400 കൊല്ലത്തോളം വെക്കുന്ന ധ്വജപ്രതിഷ്ഠയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ലക്ഷണം കൊണ്ടത്തെ തേക്ക് ഞങ്ങൾക്ക് ഇത്രയും കാലം തിരഞ്ഞിട്ട് കിട്ടിയില്ല. എന്നാണ് ഇവിടുന്ന് കിട്ടിയത്. ഇന്ന് അതിൻ്റെ ചടങ്ങ്, മരം മുറിക്കുക എന്നുള്ള ചടങ്ങ് സമ്മതം വാങ്ങി മുറിക്കുകയാണ്. കുട്ടികളൊന്നും കൂട്ടണ്ട.
ഇത് ഞങ്ങളെ അമ്പലത്തിന് ട്രഷർ. അതിസാഹസ്യമായ ഒരു മരം മുറി ചടങ്ങ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനൂപേട്ടൻ മരത്തിൽ കയറുകയാണ്, മറ്റവർ വലിച്ചു കയറ്റിയാണ്. ചെറിയ മരം നല്ല പൊത്തിപ്പിടിച്ച് കയറാൻ. അപ്പോൾ സാഹസ്യമായിട്ടാണ് മരമുറി. ഈ ടീം 21ഓളം കൊടിമരങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര ഇവർ മൊത്തം കരാറെടുക്കുകയാണ് ഈ മരം മുറിച്ച് ആ ക്ഷേത്രത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇവർ തമിഴ്നാട്, ആന്ധ്ര, കർണാടക സ്റ്റേറ്റുകളിലൊക്കെ ഇവിടുന്ന് കൊടിമരം കൊണ്ടുപോയിട്ടുണ്ട്. ഇവരിത് മൊത്തം കരാറെടുക്കുകയാണ്. ഇവരുടെ സ്വന്തം ലോറി ഉണ്ട്. ഇവർ ഈ ലോറിയിൽ കയറ്റി ക്രെയിനൊക്കെ ഉപയോഗിച്ച് 2 ക്രെയിൻ കൊടുത്തിട്ടാണ് ഈ മരം നിലത്ത് വീഴാണ്ട് മുറിച്ച് ലോറി കയറ്റി ഏത് സ്പോട്ടിനകത്ത് എത്തിച്ചു കൊടുക്കും. മൊത്തം അത് കരാറെടുക്കുക ചെയ്യുക. ഈ ടീമിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഈ മരം മുറിക്കുന്നതിനിടെ ഇരിഞ്ഞാലക്കുട ടീം ഇവരെ വന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ ക്ഷേത്രത്തിലേക്ക് തേക്ക് മുറിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. തേക്ക് കൊണ്ടുപോകാൻ വന്ന ലോറി കേട്ടോ, നമ്മുടെ പഴയ കാലത്തുള്ള ലോറിയാണ്. നമ്മുടെ ഈ തേക്കുമരം ഇവർ രണ്ടാളുമാണ് ഈ കൊയിലാണ്ടി ക്ഷേത്രത്തിലേക്ക് കമ്മിറ്റിക്കാർക്ക് കാണിച്ചു കൊടുത്തത്. സെയ്ദ് മുഹമ്മദ് ശ്രീധരേട്ടനാണ്. എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ അന്വേഷിച്ച് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് കോഴിക്കോടിന്റെ വടക്കൻ ഭാഗത്ത് കൊയിലാണ്ടി പ്രദേശത്തെത്തിയാൽ ഞങ്ങൾ അവിടെ ഒരു ഹാൾട്ട് ചെയ്യും. രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് വിശ്വാസികളും താലപ്പൊലിയും പരിവാരങ്ങളൊക്കെ ആയിട്ട് ഘോഷയാത്രയായിട്ട് ഈ സാധനം അവിടെ ക്ഷേത്രത്തിലെത്തിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പരിപാടി. എസ്റ്റേറ്റിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു കുണ്ടിലാണ് ഈ തേക്ക് നിൽക്കുന്നത്. അവിടേക്ക് JCB വന്ന് റോഡൊക്കെ വെട്ടി പിന്നെ 2 ക്രെയിനൊക്കെ കൊടുത്ത്, ഒരു ക്രെയിന് അടിയിലും റോപ്പിട്ട് സെറ്റ് ചെയ്യും, ബെൽറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്, ഒരു ക്രെയിൻ ഈ തേക്കിൻ്റെ ടോപ്പ് ഭാഗത്തും ബെൽറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിനെ മുറിച്ച് നിലത്തിടില്ല. ഇത് അങ്ങനെ മുറിച്ച് ക്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ പതുക്കെ താഴത്തോട്ട് ഇറക്കിയിട്ടാണ് പിന്നെ തേക്കൊക്കെ വൃത്തിയായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കാതെ ഈ സംഭവം ഒരു അതിസാഹസികമായി ഇതിൻ്റെ മരമുറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 40-50 വർഷത്തോളം ഇത് പഴക്കമുള്ളൊരു തേക്കാണ്. അതിലൊരു 70 ഇഞ്ചോളം ഇതിന് വണ്ണമുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ വണ്ണം കുറഞ്ഞ് വരികയാണ്. ഏകദേശം 50 അടി ഹൈറ്റിൽ അളവെടുത്ത് മുറിച്ചിട്ടാണ് ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ ക്രെയിനിൽ തേക്ക് 2 ക്രെയിൻ ഉപയോഗിച്ച് തൂക്കി നിർത്തിയിരിക്കുക കേട്ടോ. മുറി കഴിഞ്ഞു, ഇത് നിലം തൊടാണ്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ഇത് താഴ്ത്തി ഇറക്കുകയാണ്. അതിസാഹസ്യമായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ. ഈ ക്രെയിനൊന്നും അറിയാണ്ട് ബാലൻസ് ചെയ്തിട്ട് ഇറക്കണത്. ചിലപ്പോൾ ഈ മുറിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ക്രെയിനൊക്കെ മറിയണത് നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. ഇത് ഈ കൊടിമരത്തിനായ കാരണം ഇത്രയും നീളം ഒന്നിച്ചൊറ്റ തടിയായിട്ട് മുറിക്കണത് അളക്കാണ്. 50 അടി ടാപ്പ് കൊണ്ട് അളന്ന് മുറിക്കുകയാണ്. ഈ തേക്ക് മുറിച്ച് കഴിഞ്ഞെടുത്ത് മറയൂർ ചന്ദനത്തൈ വെക്കുക കേട്ടോ. ഇത് മറയൂരിൽ നിന്ന് കൊടുത്ത ചന്ദനത്തൈയാണിത്. നിങ്ങളെ മണ്ണാണ് നമ്മളാ എടുത്തത്. നിങ്ങളെ അടുത്ത തലമുറ നമ്മളോട് വെക്കുകയാണേ. എല്ലാവരും വന്നിട്ട് തേക്ക് മുറിച്ചെടുത്ത് അങ്ങനെ മറയൂർ ചന്ദനത്തൈ വെച്ചു. അടുത്ത തലമുറയ്ക്കായിട്ടുള്ളൊരു ചന്ദനത്തൈ നട്ടിട്ടാണ് അവർ പോകുന്നത്. റബ്ബർ എസ്റ്റേറ്റിൽ കൂടെ അങ്ങനെ കുറച്ച് ദൂരം കൊണ്ടുപോകാണ്ട് മെയിൻ റോഡിലെത്താൻ. മെയിൻ റോഡിലെത്തിയിട്ടാണ് ഇത് ലോറി കയറ്റി സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല നീളം കാരണം ഈ ടേണിങ്ങൊക്കെ തിരിയാൻ നല്ല പാടാണ്. അങ്ങനെ കൊടിമര ഘോഷയാത്രയ്ക്കായിട്ടുള്ള സ്പെഷ്യൽ ലോറിയാണ്. അങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെയിൻ റോഡിലെത്തിയിട്ടോ. മെയിൻ റോഡിൽ നമ്മുടെ ലോറിയിൽ കയറ്റിയാണ്. ലോറിയിൽ തെങ്ങിൻ തടിയൊക്കെ ഒരു സൈഡിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെച്ച് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ
ലോറിയിൽ സെറ്റ് ചെയ്യാണ്. റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് വെച്ച് കെട്ടുന്നത്, ഡ്രൈവർ സൈഡിലാണ്. കറക്റ്റായി സീറ്റിംഗായി അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ആക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു മഞ്ഞ പട്ടിലൊക്കെ പൊതിഞ്ഞ് പൂമാലയൊക്കെ ചാർത്തി ഇന്ന് രാത്രിയാണ് ഇത് ഇവിടുന്ന് പുറപ്പെടുക. രാത്രി 10 മണിക്ക് ശേഷമാണ് ഇത്ര ഇവർ ഇവിടുന്ന് പുറപ്പെടുക. എന്ന് വെച്ചാൽ ട്രാഫിക്കൊക്കെ കുറഞ്ഞതിന് ശേഷം. അങ്ങനെ പുലർച്ചെ കോഴിക്കോട് വണ്ടി അവിടെ റോഡ് സൈഡിൽ നിർത്തിയിടും. എന്നിട്ട് രാവിലെ ഇതവിടുന്ന് ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇത്ര ക്ഷേത്രത്തിലേക്ക് പോവുക. ചെണ്ടമേളവും താലപ്പൊലിയും മുത്തുക്കുടയൊക്കെ അങ്ങനെ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടുപോവുക.